ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടെ ഒരു ബെല്ലൈക്കൺ വരും. അതുകൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ റെഡിയാക്കാൻ പോകുന്നത് സ്പ്രിംഗ് റോളാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഇത് വീട്ടിൽ തയ്യാറാക്കി എടുക്കാം. പ്രത്യേകിച്ച് ഒരു കാര്യം കൂടി പറയാം, എൻ്റെ സൗണ്ട് അത്ര ക്ലിയർ അല്ല, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു ബൗൾ എടുക്കാം. അതിലേക്ക് 1.5 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് ആവശ്യത്തിന് ഉപ്പാണ്. ഞാൻ എന്തായാലും ഒരു 1/2 ടീസ്പൂൺ ഉപ്പാണ് എടുത്തിരിക്കുന്നത്. അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നിങ്ങൾ കുഴച്ചുകൊണ്ടിരിക്കരുത്. ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് കുഴച്ചെടുക്കുക. അതായിരിക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. കണ്ടോ, ഇതുപോലെ എല്ലാം കൂടെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതുപോലെ കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ തന്നെ കുഴച്ചെടുക്കുക. ഇനി നമുക്ക് ഒരു 20 മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമുക്ക് ഇതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഈ സമയത്ത് നമുക്ക് ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി ഒഴിക്കാം. എന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില, 1 ടീസ്പൂൺ ജീരകം എന്നിവ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്ന ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, ചതച്ചെടുത്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഒരു 2-3 വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് പച്ചമുളകാണ്. ഞാൻ ഒരു 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അതിൻ്റെ അളവൊക്കെ മനസ്സിലാവും. ഇനി ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് വെജിറ്റബിൾസ് ആണ്. ഞാൻ ഒരു സവാളയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഒരു മീഡിയം സൈസ് സവാളയാണിത്. ആദ്യം നമുക്ക് ചെറുതായിട്ട് കൊത്തിയരിഞ്ഞ സവാള ഇടാം. പിന്നെ ചെറിയൊരു ക്യാരറ്റ്, അത് കൊത്തിയരിഞ്ഞതാണ്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് ക്യാബേജാണ്. ഇതേ അളവ് തന്നെയാണ് ഞാനിത് കണ്ടിച്ചത്, ഒരെണ്ണം അല്ല കേട്ടോ. ഈ ഒരു അളവിന് ഞാൻ ക്യാബേജും എടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പ് കൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നതിന് ശേഷം 1 ടീസ്പൂൺ വിനാഗിരി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് 1 ടീസ്പൂൺ സോയാ സോസ്, അതുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഓവർ ആവരുത്, പിന്നെ അതിൻ്റെ ഒരു ചെവപ്പടിക്കും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ചേർത്താൽ മതി. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് യോജിപ്പിച്ച് എടുക്കുക. വേണമെങ്കിൽ നമുക്ക് കുറച്ച് മുളക് പൊടി കൂടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്യാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. അപ്പോൾ 20 മിനിറ്റിന് ശേഷം നമ്മുടെ ഡോ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഈ സർഫേസ് ഒന്ന് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത സർഫേസാണിത്. ഇതിൻ്റെ മുകളിലേക്ക് നമുക്കിത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. എന്നതിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് പോർഷൻ എടുത്തിട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കുക. അപ്പോൾ ഏകദേശം ഇതിൽ നിന്നൊരു 3-4 എണ്ണം കിട്ടും. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു 3-4 ബോൾസ് ഇതുപോലെ ഒന്ന് റെഡിയാക്കി വെക്കാം. നല്ല ഷേപ്പിന് എടുത്ത് വെക്കുക. എന്നാലും നമ്മൾ പരത്തിയെടുക്കുമ്പോൾ നന്നായിട്ട് വരുള്ളൂ. കണ്ടോ, ഇതുപോലെ നല്ല ഷേപ്പായിട്ട് എടുത്ത് വെക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇത് പരത്തിയെടുക്കണം. ഇപ്പം നമുക്ക് 4 എണ്ണമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ 3 എണ്ണം നമുക്ക് മാറ്റിയിട്ട് ഇത് പരത്തിയെടുക്കണം. ഇത് 4 നമുക്ക് പരത്തിയെടുക്കണം. കുറച്ച് മാവിട്ടതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒരുപാട് അങ്ങ് വലുതാക്കണ്ട, സാധാരണ ഒരു ചെറിയ ചപ്പാത്തി ഇല്ലേ അത്രയും ഒന്ന് പരത്തിയൊന്ന് എടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് 4 ചപ്പാത്തിയും ഒന്ന് പരത്തി എടുക്കാം. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ 4 എണ്ണവും പരത്തി എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് മാവ് നമ്മുടെ സർഫേസിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം നമ്മളിപ്പോൾ പരത്തി വെച്ചില്ലേ, അതിൽ നിന്നും ഒരെണ്ണം എടുത്ത് വെക്കുക.
ഒരെണ്ണം വെച്ചതിന് ശേഷം ഇനി നമുക്ക് ഓയിലാണ് വേണ്ടത്. ഓയിൽ എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ നല്ല പോലെ പുരട്ടി കൊടുക്കണം. കണ്ടോ, ഇതുപോലെ ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം കൈകൊണ്ട് എല്ലാ ഭാഗത്തും എത്തണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ട് തേച്ച് കൊടുക്കുക. എന്നതിന് ശേഷം അടുത്ത ചപ്പാത്തി വെച്ച് കൊടുക്കുക. വീണ്ടും ഓയിൽ ഒഴിക്കുക. നന്നായിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ പുരട്ടി കൊടുക്കുക. ഇങ്ങനെ തന്നെ നമുക്ക് 4 എണ്ണവും അടുക്കി വയ്ക്കാം. അപ്പോൾ ഞാൻ മൂന്നാമത്തേത് വെച്ചു. വീണ്ടും ഓയിൽ ഒഴിക്കുകയാണ്. ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് പുരട്ടി കൊടുക്കുക. എന്നിട്ട് 4ാമത്തേത് വെക്കുക. 4ാമത്തേത് മുകളിൽ വെച്ചിട്ട് ഇനി ഓയിലൊന്നും തേക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് കുറച്ച് മാവ് ഇട്ട് കൊടുക്കാം. എന്നതിന് ശേഷം ഇത് ഒന്ന് മെല്ലെ, ഒരുപാട് അങ്ങ് അമർത്തി പരത്തരുത്, മെല്ലെ മെല്ലെ വെച്ചിട്ട് ഇതൊന്ന് പരത്തി എടുക്കുക. കണ്ടോ, പയ്യെ മെല്ലെ മെല്ലെ ഒന്ന് പരത്തിയെടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് പരത്തി മാക്സിമം വലുതാക്കി എടുക്കുക. നല്ല പോലെ പരത്തണം, മാക്സിമം വലുതാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും നല്ല വലിപ്പത്തിൽ ഇത് പരത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് അടുപ്പിലോട്ടൊരു പാൻ വെച്ച് കൊടുക്കാം. എന്നതിന് ശേഷം ഓയിലൊന്നും ചേർക്കണ്ട കേട്ടോ. നമുക്കിതങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഓവർ കുക്കിംഗ് പാടില്ല. ഓവറായിട്ട് ഇത് കുക്ക് ചെയ്യരുത്. ഒരു ഭാഗം ഒന്ന് കണ്ടോ, ഇതുപോലെ ഒന്ന് മൊരിഞ്ഞ് വന്നാൽ തിരിച്ചിട്ട് കൊടുക്കാം. കണ്ടോ, ഒരുപാടൊന്നും വെന്തിട്ടില്ല. ഇത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് കുക്കാവുക, അത്രയേ ഉള്ളൂ. ഓവറായിട്ട് കുക്കിങ് ചെയ്യരുത്. അപ്പോൾ ഞാൻ എന്തായാലും ജസ്റ്റ് തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഒന്ന് പൊള്ളിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം ഇളക്കിയെടുക്കാം. കണ്ടോ, നല്ല കട്ടി കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഷീറ്റ് ഇങ്ങനെ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ആ ചൂടോട് കൂടി തന്നെ നമുക്ക് 4 എണ്ണവും ഇതിൽ നിന്നും ഇളക്കിയെടുക്കാം. കണ്ടോ, ഞാൻ ഒരെണ്ണം ഇപ്പോൾ ഇളക്കിയിട്ടുണ്ട്. ജസ്റ്റ് നമ്മൾ ചൂടാക്കുമ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ഇളകി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് അടുപ്പിലോട്ടിട്ടിട്ട് ചൂടാക്കുന്നത്. മെല്ലെ മെല്ലെ ഒന്ന് ഇളക്കിയെടുക്കുക. വളരെ ശ്രദ്ധിച്ച് വേണം ഇളക്കിയെടുക്കാനായിട്ട്. പെട്ടെന്ന് അങ്ങ് എടുക്കരുത്, വളരെ ശ്രദ്ധിച്ചിട്ട് എടുക്കുക. കണ്ടോ, 2ാമത്തതും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി 2 എണ്ണവും ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പം ഒരെണ്ണം നമുക്ക് ഒന്ന് നടുക്ക് ഭാഗം ഒന്ന് കീറിപ്പോയിട്ടുണ്ട്. കുഴപ്പമില്ല, നമുക്കിത് മടക്കിയെടുക്കാൻ പറ്റും. ഇതുകൂടി നമുക്ക് അങ്ങോട്ട് വെക്കാം. കണ്ടോ, ഇത് കുറച്ച് നടുക്ക് ഭാഗം പോയിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ 4 എണ്ണവും നമുക്കിവിടെ റെഡിയായി. ഷീറ്റൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഷീറ്റിൽ നിന്നും ഒരെണ്ണം എടുക്കുക. എന്നതിന് ശേഷം ഇനി മൈദ പേസ്റ്റാണ് വേണ്ടത്. കുറച്ച് വെള്ളവും മൈദയും കൂടെ മിക്സ് ചെയ്ത് വെച്ച പേസ്റ്റാണിത്. അടുത്തതായിട്ട് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫില്ലിങ് നമുക്ക് ഇങ്ങനെ നടുക്ക് വെച്ച് കൊടുക്കുക. എനിക്ക് ഒരുപാട് നമ്മുടെ ഈ വെജിറ്റബിൾസ് കുക്ക് ആവുന്നതിനെക്കാട്ടിൽ ഒരു ഓവറായിട്ട് കുക്ക് ചെയ്യാതെ ആ ഒരു ടേസ്റ്റാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാനിപ്പോൾ ഓവറായിട്ട് കുക്ക് ചെയ്തിട്ടില്ല കേട്ടോ നമ്മുടെ വെജിറ്റബിൾസ്. ഇനി ഈ സൈഡിൽ മൊത്തം ആദ്യം നമ്മുടെ മൈദ പേസ്റ്റ് ചേർക്കുക. എന്നതിന് ശേഷം ഈ മുകൾ ഭാഗം മൊത്തവും നമുക്കിതുപോലെ തന്നെ മൈദയുടെ പേസ്റ്റ് തേച്ച് കൊടുക്കാം. എന്നതിന് ശേഷം നമുക്കിത് മടക്കി എടുക്കണം. കണ്ടോ, ഇതുപോലൊന്ന് മടക്കുക. ഇപ്പുറത്തെ സൈഡും മടക്കിയിട്ട് ഈ ഭാഗത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് മൈദ പേസ്റ്റ് ചേർക്കാം കേട്ടോ. ഞാനെന്തായാലും കുറച്ചുകൂടി തേക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കും. ഇതുപോലെ ഒന്ന് മടക്കി എടുക്കുക. തിരിച്ചുകൂടി ഒന്നും കൂടി ഒന്ന് മടക്കുക. അപ്പോൾ നമ്മുടെ വെജ് സ്പ്രിംഗ് റോള് ഇവിടെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ഒന്ന് റോൾ ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മുടെ വെജ് സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പൊട്ടിപ്പോയി നടുക്ക്, അതും ഞാനൊന്ന് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമുക്ക് അടുപ്പിലോട്ട് ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല, വളരെ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി കണ്ടോ, ഇത്ര ഓയിലേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി അടുത്തതായിട്ട് നമ്മുടെ വെജ് സ്പ്രിംഗ് റോളോ ഇതിലേക്ക് വെച്ചിട്ട് 2 ഭാഗവും ഒന്ന് നന്നായിട്ടൊന്ന് നല്ല ഗോൾഡൻ നിറം ആവുന്ന വരെ ഒന്ന് മൊരിച്ചെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങ് പ്രസ് ചെയ്യേണ്ട, ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൂടി കൊടുക്കുക. നന്നായിട്ട് ഇത് ഒട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണ്.
ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ഭാഗം നല്ലൊരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. അടുത്ത ഭാഗവും നമുക്ക് തിരിച്ചിട്ടിട്ട് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് മൈദ വേണ്ട എന്നുള്ള കൂട്ടുകാർ, നിങ്ങൾക്ക് മൈദ വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്തിട്ട് ഗോതമ്പ് മാവ് വെച്ച് തന്നെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. എന്നാലും ഇത്ര ക്രിസ്പി ആവില്ല എന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ വെജ് സ്പ്രിംഗ് റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. എല്ലാവരും പരീക്ഷിക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത്. തീർച്ചയായും താഴെ ഒരു ലൈക്ക് ബട്ടൺ ഉണ്ട്. ആ ലൈക്ക് ബട്ടണിൽ ഒന്നമർത്തി ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കത് മിസ് ചെയ്യാതെ കാണാൻ പറ്റും. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ആരും മറക്കരുത്. അപ്പം നമുക്ക് ഇനിയും അടുത്ത ഒരു റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.